നിങ്ങൾക്ക് കിട്ടിയല്ലോ, തന്നല്ലോ നേരത്തെ. ദേശാഭിമാനിക്ക് നന്നായിട്ട് തന്നല്ലോ, ഇനിയും ചോദിച്ചു മേടിക്കല്ലേ എൻ്റെ ഭയങ്കരം തന്നെ. ആഹാ, എത്ര മാന്യമായ പ്രതികരണം. ഒരു മാധ്യമപ്രവർത്തകന് ചോദ്യം പൂർത്തിയാക്കാൻ പോലും അനുവദിക്കാതെ കൊടുത്ത വെടിക്കെട്ട് മറുപടി. എന്തായിരുന്നു ചോദ്യം? വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച്. പക്ഷേ മുഖ്യമന്ത്രിയുടെ മറുപടി വിഴിഞ്ഞത്തെക്കുറിച്ചല്ല, ദേശാഭിമാനിയെക്കുറിച്ചാണ്. ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു? ഈ ഡ്രാമ ഇങ്ങനെ നോൺ സ്റ്റോപ്പായി തുടരുന്നതിനിടയിലാണ് ദേശാഭിമാനി ലേഖകന്റെ ചോദ്യം. അപ്പോൾ തന്നെ അതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്തു. അല്ലല്ലല്ല, ഇല്ലില്ലില്ല, ദേശാഭിമാനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ, ഇനിയും ചോദിച്ചു മേടിക്കല്ലേ എന്ന്. എന്തിനാണ് ഈ പതർച്ച? എന്തിനാണ് ഈ അസഹിഷ്ണുത? അല്ല നിങ്ങൾ പറയാണ്, അല്ലാതെ നോ നോ നോ. ചോദ്യം തെറ്റാണെങ്കിൽ അത് പറയാമല്ലോ, വസ്തുത തെറ്റാണെങ്കിൽ തിരുത്താമല്ലോ. ഇങ്ങനെ ചോദ്യം പോലും ചോദിക്കാൻ അനുവദിക്കാതെ ഇതൊക്കെ മോശമല്ലേ CMA? എന്തൊരു വില കുറഞ്ഞ വർത്തമാനമാണ്, കസേരയ്ക്ക് യോജിക്കാത്ത വർത്തമാനമാണ്. ഇന്നലത്തെ പത്രസമ്മേളനത്തിലെ നുണകളിലൊന്ന് ദേശാഭിമാനിക്കെതിരെയായിരുന്നു. ഈ ഡ്രാമയ്ക്കൊക്കെ മുന്നേ വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ദേശാഭിമാനിയാണെന്നാണ് മുഖ്യമന്ത്രി വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. അതും വലിയ ഡ്രാമയോടെ തന്നെ. ഇവരെങ്ങനെ അറിഞ്ഞു? ഇവർ മാത്രമാണ് ഇതറിഞ്ഞത്. മുൻ സർക്കാർ ഇവരെ അറിയിച്ചതാണ്, ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? 5-ാം തീയതി. നിങ്ങൾക്ക് ഒരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത വാർത്ത. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ജൂൺ 1 ദേശീയ സാമ്പത്തിക മാധ്യമമായ ഇക്കണോമിക് ടൈംസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ജൂൺ 3 മലയാളത്തിലെ പ്രമുഖ പത്രമായ മാതൃഭൂമിയും ഈ വാർത്ത നൽകി. ജൂൺ 5 ദേശാഭിമാനി വാർത്ത നൽകിയത്. അപ്പോൾ ദേശാഭിമാനി മാത്രം അറിഞ്ഞ രഹസ്യം എന്ന മുഖ്യമന്ത്രിയുടെ വാദം അവിടെ തന്നെ തീർന്നോ? ഞാൻ അതുപോലത്തെ നോണയൊക്കെ പറയും. ഇനി ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്, നിങ്ങളൊരു മുഖ്യമന്ത്രിയാണെന്ന് നാട്ടുകാർ മറന്നാലും നിങ്ങൾ മറക്കരുതായിരുന്നു. നിങ്ങൾക്കൊരു PRD ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്, സർക്കാരിന്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ്. അവരുടെ പ്രധാന ജോലികളിൽ ഒന്നെന്താണ്? പത്രങ്ങളിലും ചാനലുകളിലും ഓൺലൈനിലും സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന വാർത്തകൾ നിരീക്ഷിക്കുക, അത് ഫയൽ ചെയ്യുക, എന്നിട്ട് ബന്ധപ്പെട്ട മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വിവരം കൈമാറുക. എന്നിട്ടും ദേശാഭിമാനിയിൽ വന്നപ്പോൾ മാത്രമാണത്രേ നമ്മുടെ മുഖ്യമന്ത്രി ഈ വിവരം അറിഞ്ഞത്. ചോദ്യം വളരെ ലളിതമാണ്. എന്താണ് പിന്നെ PRD ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ് ചെയ്യുന്നത്? പത്രവാർത്തകൾ ദിവസവും നോക്കുന്ന ഒരു സംവിധാനം ഇതൊന്നും കണ്ടില്ലേ? ഇവിടെ കാര്യങ്ങൾ ഇതിലും രസകരമാണ്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ തന്നെ 3 മുൻ മാധ്യമപ്രവർത്തകർ ഉണ്ടെന്നാണ് വിവരം. വാർത്ത എന്താണ്, റിപ്പോർട്ട് എന്താണ്, ഏത് വാർത്തയ്ക്കാണ് രാഷ്ട്രീയ പ്രാധാന്യം, ഏത് വാർത്തയാണ് സർക്കാരിനെ ബാധിക്കുക, ഇതൊക്കെ ഏറ്റവും നന്നായി തിരിച്ചറിയേണ്ടവർ അവരും കണ്ടില്ലേ? PRD കണ്ടില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കണ്ടില്ല, പേഴ്സണൽ സ്റ്റാഫ് കണ്ടില്ല, മുഖ്യമന്ത്രിയും കണ്ടില്ല. നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടും നിങ്ങളാരും ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ പ്രശ്നം ദേശാഭിമാനിയല്ല. ഇപ്പോൾ മറ്റൊരു കാഴ്ചയും പതിവാണ്. മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിന് വരുമ്പോൾ 5-6 പേരെ കൂട്ടി ഒരു സംഘം പോലെയാണ് വേദിയിലേക്ക് കയറുന്നത്. എന്താണ്, പേടിച്ചിട്ടാണോ? അല്ലെങ്കിൽ മാധ്യമങ്ങൾ സ്വീറ്റ് അല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ ഒരു സമ്മർദ്ദ അന്തരീക്ഷം ഉണ്ടാക്കലാണോ ലക്ഷ്യം? എല്ലാ ദിവസവും വന്ന് നിങ്ങളെ കാണുമെന്ന് മാധ്യമങ്ങൾക്ക് പിങ്കി പ്രോമിസ് നൽകിയ ആളാണെന്ന് ഓർക്കണം. ഇപ്പോൾ ചോദ്യം ചോദിച്ചാൽ പല്ലിറുക്കൽ, കയർക്കൽ, പൊട്ടിത്തെറിക്കൽ. ഇരിക്കുന്ന സീറ്റിന് ഒരു മാന്യതയുണ്ടെന്ന് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അതേ ഭാഷയിൽ മറുപടി തിരികെ കിട്ടാതിരുന്നത്. ഈ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും അലവലാതി മുഖ്യമന്ത്രിയായിരിക്കും ഞാൻ.